തിരുവനന്തപുരത്ത് ക്യാൻസർ ബാധിതനായ കുട്ടിയെയും കുടുംബത്തെയും പെരുവഴിയിലാക്കി സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. വിതുര കൊപ്പം സ്വദേശി സന്ദീപിന്റെ വീടാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്തത്. സന്ദീപിന്റെ 10 വയസ്സുള്ള മകൻ ക്യാൻസർ ബാധിതനാണ്. മകനെ കിടത്താൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതി വന്നതോടെ CPIM DYFI പ്രവർത്തകർ എത്തി പൂട്ടു തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. 2019 സന്ദീപ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 48 ലക്ഷത്തോളം രൂപ വായ്പയെടുത്ത് ഒരു കട തുടങ്ങിയത്. കോവിഡ് കാലത്ത് കച്ചവടം കുറഞ്ഞതോടെ വായ്പ തിരിച്ചടവ് പ്രതിസന്ധിയിലായി. പലിശ മാത്രമായി 10 ലക്ഷം രൂപയോളം നൽകാനുണ്ട്. ഇതിനിടയിൽ 10 വയസ്സുള്ള മകന് ക്യാൻസർ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ സന്ദീപും കുടുംബവും മാനസികമായും സാമ്പത്തികമായും തകർന്നു. ചികിത്സാ ചെലവ് ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കുടുംബം. വീട് വിറ്റ് പണം തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാതെയാണ് ധനകാര്യ സ്ഥാപനം ജപ്തി നടപടികൾ സ്വീകരിച്ചതെന്ന് സന്ദീപ് പറയുന്നു. കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇറങ്ങി കൊച്ചിനെ നമുക്ക് വേറെ കൊണ്ട് കിടത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കുറച്ചുകൂടെ ഒരു സാവകാശം നമുക്ക് വേണം. ഒരു 6 മാസം കൂടി എനിക്ക് സമയം തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ക്ലിയർ ആക്കി ഇടപാടിന് ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചുണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ ഒരു 6 മാസം സമയം എനിക്ക് വേണം. കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പ്രധാനപ്പെട്ടത്. അങ്ങനെ വേറെ കൊണ്ട് നമുക്ക് കിടത്താൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ജപ്തി നടപടിക്ക് എത്തിയവർ കുഞ്ഞിന്റെ മരുന്ന് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. തുടർന്ന് പ്രദേശത്തെ DYFI CPIM പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് കുടുംബത്തെ അകത്തു കയറ്റി. മൂന്ന് തവണ സന്ദീപിന് അവധി നൽകിയെന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ വിശദീകരണം. കുടുംബത്തിന് പൂർണ്ണ സുരക്ഷ നൽകാനാണ് പ്രദേശത്തെ CPIM നേതൃത്വത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.